UDF യോഗത്തിൽ ശശി തരൂരിന് പരോക്ഷ വിമർശനം. ഇടതു സർക്കാരിന് പിടിവള്ളിയാകുന്ന പ്രസ്താവനകൾ നേതാക്കൾ ഒഴിവാക്കണമെന്നാണ് ഘടകകക്ഷികളുടെ ആവശ്യം. അതേസമയം വിവാദ അഭിമുഖത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനെതിരെ തുറന്നടിക്കുന്നു ശശി തരൂർ. എറണാകുളം കളമശ്ശേരിയിൽ ചേർന്ന UDF യോഗത്തിലാണ് ശശി തരൂരിനെതിരെ വിമർശന ശരങ്ങൾ ഉയർന്നത്. ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ തരൂരിന്റെ പേര് പരാമർശിക്കാതെ വിമർശിച്ചു. കേരളത്തിലെ ഒരു MP പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകേണ്ട അദ്ദേഹത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. അവരാരും ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അത് ഘടകകക്ഷി പറയേണ്ട, ഞങ്ങളുടെ എല്ലാ നേതാക്കൾക്കും ബോധ്യമുള്ളതാണ്. അതേസമയം മാധ്യമപ്രവർത്തനത്തിന്റെ പേരിൽ ഇന്ത്യൻ എക്സ്പ്രസ് കൊടിയ അനീതിയാണ് തന്നോട് കാണിച്ചതെന്ന് ശശി തരൂർ തുറന്നടിച്ചു. പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പോഡ്കാസ്റ്റ് പുറത്തുവിടും മുൻപ് അഭിമുഖം പ്രസിദ്ധീകരിച്ചതെന്നും കുറ്റപ്പെടുത്തൽ. കേരളത്തിൽ കോൺഗ്രസിന് നേതാവില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല, വീഡിയോയിലും അതില്ല. പക്ഷേ അങ്ങനെയൊരു പരാമർശം പത്രത്തിൽ അച്ചടിച്ചു വന്നു. എന്നാൽ ഇപ്പോൾ പത്രം തിരുത്ത് പ്രസിദ്ധീകരിച്ചെന്നും തരൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീണ്ട വിവാദ ചുഴിയിൽപ്പെട്ട് ഡൽഹിയിൽ തിരിച്ചെത്തിയ തരൂർ AICC വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടോ? ഞാൻ പറഞ്ഞത് എന്താണ് ശ്രദ്ധയോട് കേൾക്കൂ. പോഡ്കാസ്റ്റ് കാണാതെ അഭിമുഖം മാത്രം വായിച്ചവർ ഉയർത്തിവിട്ട വിവാദം AICC യോഗത്തിലും ചർച്ചയാകുന്നതിന് തൊട്ടു മുൻപാണ് തരൂർ സ്വന്തം ഭാഗം വിശദമാക്കിയത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.